ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു സ്കേർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് വേണം നോക്കാം. അതിനായിട്ട് ഇതാ ക്രേപ്പിൻ്റെ 1.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റ് ഫാബ്രിക് 3 മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. സെമി സർക്കിളിലാണ് നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ഇതാ ലൈനിങ് തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. നമുക്ക് ഇതുപോലെ രണ്ടായി മടക്കിയതിന് ശേഷം പിന്നെ നമ്മളൊന്ന് കോണായിട്ട് മടക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കോണായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം. വേസ്റ്റ് റൗണ്ട് ഞാൻ വേസ്റ്റ് ബാൻഡിന് ഹുക്കാണ് വെക്കുന്നത്, എലാസ്റ്റിക് അല്ല ഇടുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് അതിനേക്കാൾ ഒരു 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് അതിനെ നമ്മൾ 4ആയിട്ട് ഹരിക്കുക. എന്നിട്ട് ആ ഹരിച്ചിട്ട് കിട്ടുന്നത് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. വേസ്റ്റ് റൗണ്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ലെങ്ത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആ ലെങ്ത്തിനേക്കാളും ഒരു 2.5 ഇഞ്ച് ലൈനിങ് നമ്മൾ കുറച്ചിട്ട് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഒരു 20 ഇഞ്ചാണ് നമ്മളെ ലെങ്ത്ത് വെച്ചെങ്കിൽ 2.5 ഇഞ്ച് കുറച്ചിട്ട് 17.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. അങ്ങനെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ലൈനിങ് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ലൈനിങ് എങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നെറ്റ് പീസും നമ്മൾ ഫോൾഡ് ചെയ്തിടുക. എന്നിട്ട് ഇതുപോലെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ആദ്യം അടിയിൽ നിന്ന് ഇങ്ങോട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത്? ഇപ്പോൾ ഒരു 20 ഇഞ്ച് എനിക്ക് ലെങ്ത്ത് വേണം. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ 2.5 ഇഞ്ച് കൂട്ടണം. ലൈനിങ്ങിൽ 2.5 ഇഞ്ച് കുറച്ച് നമ്മൾ നെറ്റ് ഫാബ്രിക്കിൽ 2.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. 20 ഇഞ്ച് ആണെങ്കിൽ ഒരു 22 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നെറ്റ് ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ഈ അരവണ്ണത്തിനനുസരിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റ് ഫാബ്രിക് ഒന്ന് പ്ലീറ്റ് ഇട്ടെടുക്കുക. ഓക്കെ, ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ടെടുക്കണം. ചെറിയതായിട്ട് ഒന്ന് പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കുക അടിവശവും. ഇതിപ്പോൾ നെറ്റിൻ്റെ മേലെ ഭാഗവും അതുപോലെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗവും അതുപോലെ തന്നെ അടിവശവും നമ്മൾ ഇതുപോലെ 2 വശം വിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമ്മേ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ആദ്യം നമ്മൾ ഈ അടിവശമാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിവശം ഒപ്പം പിടിച്ചിട്ട് നമ്മൾ ഈ ലൈനിങ്ങും നെറ്റ് ഫാബ്രിക്കും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെയും
നെറ്റ് ഫാബ്രിക്കിൻ്റെ അടിവശം ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നിർത്തിയിടുക. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വെക്കണം അതുപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങും നെറ്റ് ഫാബ്രിക്കും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്യാം. നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും നെറ്റ് ഫാബ്രിക്കും വേസ്റ്റ് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് അറ്റാച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേസ്റ്റ് ബാൻഡാണ് വെക്കേണ്ടത്. വേസ്റ്റ് ബാൻഡ് വെക്കണ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ, ഞാനിതിന് മുന്നേ എൻ്റെ ചാനലിൽ വേറൊരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലുണ്ട് വേസ്റ്റ് ബാൻഡ് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് അറിയാത്തവരൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഓക്കെ, ഇതിന് ശേഷം നമ്മൾ വേസ്റ്റ് ബാൻഡ് ഇതാ വെച്ചിട്ടുണ്ട്. ഇനി സ്കേർട്ട് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് മേലെന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ഇങ്ങോട്ട് ജോയിൻ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നെറ്റ് മാത്രം പിടിച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൈനിങ് മാത്രം സെപ്പറേറ്റ് ലൈനിങ്ങും ജോയിൻ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ജോയിൻ്റ് ചെയ്തതിന് ശേഷം അടിവശം നമ്മൾ ഈ അടിയിൽ ഒരു തരി ജോയിൻ്റ് ചെയ്ത് അറ്റം ഒരു തരി ഇതുപോലെ ജോയിൻ്റ് ചെയ്യാനുണ്ടാവും. ഇനി ഇതുപോലെ ഒന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞ് അപ്പോൾ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്കേർട്ടാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.